ഹലോ നമസ്കാരം, രേണുസുതിയാണ്. അപ്പം സജന ചിത്ര വ്ലോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫിന ബീവി അല്ലേടി ബീവി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത്. നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തത്? നിങ്ങളാണോ KHDC പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നാണം കെട്ടവളെ വിളിക്കും, പിന്നെ ജന്തു തന്നെ വിളിക്കും. അതിന് എന്ത് ഇതാണ് വിളിക്കാനുള്ളത്? ഞാൻ പറയട്ടെ, ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ്. നമ്മളെല്ലാം ജന്തുക്കൾ തന്നെയാണ്. നിങ്ങളും അപ്പം ജന്തുവാണ്, ഞാനും ജന്തുവാണ്. ഒരു മനുഷ്യ, നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ്. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ പ്രസവിച്ച എന്റെ മക്കള്, അതുപോലെ സുധിച്ചേന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത്? ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തിനാലും ഞാൻ വന്നോ? നിങ്ങൾ പ്രതികരിച്ചോ? എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നത്. നിങ്ങളാണോ എനിക്ക് കൂട്ടു നിന്നത്? നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേൾക്കുന്നതിനും എന്താ പറയാ. ചേച്ചി എന്തെടുക്ക ചുമ്മാ എന്നാടി ചേച്ചി ഈ അടുത്ത് ചേച്ചി കല്യാണം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഭയങ്കര ഇതായിരുന്നല്ലോ. അതെന്താണ് അഭിപ്രായം? എന്താ ചേച്ചി കെട്ടണോ? ചേച്ചി പോയ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ചേച്ചി ആയിട്ടല്ലേ എനിക്ക് കെട്ടാൻ പറ്റും? അത് കൊള്ളാം. കല്യാണമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് KHDC-ക്കാര് പറയുന്നത്. അതിന് ചേച്ചിക്കല്ല വീട്, എനിക്കാരും കൊച്ചുങ്ങൾക്കല്ലേ. ചേച്ചി കല്യാണം കഴിച്ച് അവിടെ നിൽക്കുന്നില്ലല്ലോ, ചേട്ടന്റെ വീട്ടിലല്ലേ ഉണ്ടാവും. ഏതെങ്കിലും അല്ലേ? അതത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലേലും നിങ്ങൾ ഇതൊന്നും തിരക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇനിയിപ്പോ കല്യാണം കഴിച്ചാലും അഥവാ കല്യാണം കഴിച്ചില്ലേലും എന്തായാലും എന്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും. അത് എന്തായാലും എനിക്ക് ഉറപ്പാണ്. ഓക്കെ? അതെ, നിങ്ങൾ എന്റെ ചേച്ചീനെ കൊച്ചുങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്റെ ചേച്ചി നോക്കി. വിവാഹം കഴിക്കുവാണെങ്കിൽ ആളുമായിട്ട് ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കത്തില്ല. സുധിച്ചേട്ട കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് വിടും എന്നാണ് പറഞ്ഞത്. പിള്ളേരെ കണ്ടത് പിള്ളേരുമായിട്ട് ഇറങ്ങുന്നല്ല ഞാൻ പറഞ്ഞത്, അത് പിള്ളേരുടെ വീടാണ്. അഥവാ കല്യാണം കഴിച്ചാൽ ചേട്ടനെ എന്തായാലും പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് കഴിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടുന്ന് ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കില്ല എന്നാണ്. ഇപ്പൊ ഞാനിപ്പോ അത് കറക്റ്റ് ആ രാജ്യം പറയുമ്പോ പിടിക്കാല്ലേ? ഉമ്മ പറഞ്ഞ എന്റെ പൊന്നെ ഒന്നുമില്ല. എനിക്കറിയത്തില്ല ഇപ്പൊ ഞാനിപ്പോ അത് കറക്റ്റ് ആ രാജ്യം പറയുമ്പോ പിടിക്കാല്ലേ? നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു പേര് രേണുസുതി. രേണുവിനെ കുറിച്ച് പലരും പലവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് ശാന്തമായിട്ട് നമ്മളൊന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അവരുടെ ജീവിതത്തിലെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളും സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്നും അവരുടെ ജീവിത തീരുമാനത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം പെട്ടെന്ന് രേണുസുതി അങ്ങ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങി. അവരുടെയൊക്കെ റീൽസും ഫോട്ടോസും ഷോർട്ട് ഫിലിംസും ഇവയിലൂടെയാണ് ആളുകൾ ശരിക്കും പറഞ്ഞ രേണുവിനെ തിരിച്ചറിഞ്ഞത്. പക്ഷെ തുടക്കം മുതലേ രേണു നേരിട്ടത് എന്തായിരുന്നു? വിമർശനങ്ങൾ മാത്രമായിരുന്നു. ഒരാൾ വിധവയാണെങ്കിൽ അവരെങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ കണ്ടന്റ് ചെയ്യണം, ഇതെല്ലാം സമൂഹം തന്നെ നിർദ്ദേശിക്കണം എന്നൊരു മെന്റൽ ബ്ലോക്ക് ആയിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം പെട്ടെന്ന് മാറി മറിഞ്ഞത് ഒരു ടേണിംഗ് പോയിന്റ് എന്ന പോലെയായിരുന്നു ബിഗ് ബോസ് സീസൺ 7. ബിഗ് ബോസ് സീസൺ 7 എത്തിയതോടെയാണ് ക്രിറ്റിസിസം വളരെയധികം കുറയാൻ തുടങ്ങിയത്. ഏകദേശം 35 ദിവസത്തിന് ശേഷം രേണു ക്വിറ്റ് ചെയ്തെങ്കിലും അത് അവരുടെ കരിയറിനെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തു. അതിനുശേഷമുള്ള ഉദ്ഘാടനങ്ങളും ഫോറിൻ ട്രിപ്സും ബ്രാൻഡ് പ്രൊമോഷൻസ് എല്ലാം രേണുസുതിക്ക് തുറക്കപ്പെട്ടത് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ശേഷമാണ്. രേണുവിനെ കുറിച്ച് പോസിറ്റീവ് കാര്യങ്ങളുമുണ്ട്, നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സെൽഫ് മെയ്ഡ് പ്രോഗ്രസ് ആണ്. അതായത് സാമ്പത്തികമായിട്ട് ഒരിക്കലും സ്റ്റഡി അല്ലാതിരുന്ന രേണു ഇന്ന് സ്വന്തമായിട്ട് സമ്പാദിച്ച് ജീവിതം നയിക്കുന്നു എന്നതാണ്. രണ്ടാമത്തത് അവരുടെ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. UAE-യിലും ബഹ്റൈനിലും ഇന്ത്യയിലും ഒക്കെ ഓപ്പണിംഗ് ഇവന്റ്സും പ്രൊമോഷനും അതുപോലെ പ്രോഗ്രാംസും എല്ലാം രേണുവിന് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് അവരുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിരന്തര വിമർശനങ്ങളെ അവർ അതിനൊരു പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചു. അതായത് ചുരുക്കം പറഞ്ഞാൽ നെഗറ്റീവ് ടോക്കിനെ പോലും തന്റെ ഒരു കരിയർ ടൂളാക്കി രേണു ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ നാലാമത് വിവാഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ. വിവാഹം നോക്കുമ്പോഴും ഹൗസിന്റെ ഡിസിഷനിലും അവരെടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാത്ത ആളെ ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ളത്. ഇതൊക്കെ രേണുവിനെ കുറിച്ചുള്ള പോസിറ്റീവ് വശങ്ങളാണ്. ഇനി നെഗറ്റീവ് വശങ്ങളാണ് നോക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന്റെ ഒരു ക്രിറ്റിസിസം വേണം പറയാൻ. അതായത് ഒരു വിധവയെ കൺട്രോൾ ചെയ്യാനുള്ള സമൂഹത്തിന്റെ ഒരു ശ്രമം. നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഒരു നാരോ മൈൻഡ് സെറ്റ് ആണ്. റീൽസ്, ലുക്കും, മേക്ക് ഓവർ ഇതിനെല്ലാം സമൂഹം വിലയിരുത്തുന്നുണ്ട്. അതായത് രേണു ഇത് മേക്ക് ഓവർ ചെയ്താൽ ജനങ്ങൾ പറയുന്നത് ഇതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്ര ഡ്രസ്സ് ചെയ്ത് എന്തിനാ, അവൾക്കൊരു ഫ്രീഡം കൊടുക്കാൻ പോലും ഈ ഒരു സമൂഹം അനുവദിക്കുന്നില്ല. ഇനി രണ്ടാം വിവാഹത്തെ കുറിച്ചുള്ള ഒരു റൂമേഴ്സ് എന്ന് പറയുന്നത്, ഇനി രേണു ആരെങ്കിലും രണ്ടാമത് വിവാഹം കഴിച്ചുവെങ്കിൽ
പെട്ടെന്ന് സമൂഹം പറയുന്നത് എന്തായിരിക്കും? ആഹാ, എന്തോ കാര്യമുണ്ടാകുമെന്നുള്ള ഒരു ടിപ്പിക്കൽ നെഗറ്റീവ് ജഡ്ജ്മെന്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ രേണുവിന്റെ ഈ ഒരു സക്സസ് ജേർണി ബിഗ് ബോസ് കഴിഞ്ഞു പോയതിനു ശേഷം കിട്ടിയ ഈ ഒരു ഫോറിൻ പ്രോഗ്രാംസും മണി ഗ്രോത്തും എല്ലാം പലർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്തായാലും മക്കളുടെ പേരിൽ വെച്ച് നൽകിയ ആ ഒരു വീടും രേണു സുധിയുടെ വിവാഹവും എല്ലാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള ചർച്ചയാകുന്നത്. രേണു സുധി മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു നൽകണമെന്ന് ഫിറോസ് KHDC പ്രതികരിച്ചതും വലിയ വാർത്തയായിരുന്നല്ലോ. വിവാഹം തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നും വീട് വെച്ച് നൽകി എന്നതിന്റെ പേരിൽ ആരുടെയും നിയന്ത്രണത്തിനല്ല എന്നും രേണു സുധി തിരിച്ചടിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ രേണു സുധി മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുകയാണോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. രേണു സുധി രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും വരൻ UK നിന്നാണെന്നൊക്കെ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് രേണു സുധി തന്നെ രംഗത്തും വന്നിരുന്നു. എന്തായാലും രണ്ടാം വിവാഹം നോക്കുന്നുണ്ട് എന്ന് പുള്ളിക്കാരി പറയാതെ പറയുന്നുണ്ട്. അതായത് UK നിന്നോ ദുബായിൽ നിന്നോ ഒന്നുമല്ല എന്നും രേണു പറയുന്നുണ്ട്. ബിഗ് ബോസ് താരമോ സീരിയൽ നടനോ ഒന്നുമല്ല, വിവാഹത്തെ കുറിച്ച് താൻ വെറുതെ പറഞ്ഞതാണെന്ന് രേണു കൂട്ടിച്ചേർത്ത് പറഞ്ഞുവെങ്കിലും അതിന് പിന്നിലെ വിവാഹം എന്നുള്ള വാർത്തയും സത്യമാണ്. കാരണം രേണു പല ഇന്റർവ്യൂവിലും ഈ ഒരു വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികളെ നോക്കുന്ന ആളെ ആണ് താൻ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അതെനിക്ക് നോക്കണം, 2 വർഷത്തിന് ശേഷമായിരിക്കും വിവാഹം എന്നുള്ള കാര്യമൊക്കെ രേണു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രേണുവിന്റെ ഈ ഒരു ഉയർച്ച എന്ന് പറയുന്നത് സീനുവിന്റെ ഒരു പോസിറ്റീവ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ വുമൺ എംപവർമെന്റ് ആണ് ഇത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് രേണു സുധി. അതായത് വിധവയാണെങ്കിലും അവൾക്ക് പുതിയ ജീവിതം തുടങ്ങാം, കുട്ടികൾക്കായിട്ട് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് ഉയരുന്ന അമ്മയുള്ള ടാഗ്ലൈനുകളാണ് സമൂഹം രേണുവിനെ കാണുന്നത്. ഇനി നെഗറ്റിവിറ്റി നോക്കുവാണെങ്കിൽ ഒരുപാട് ക്രിറ്റിസിസം രേണു സുധിയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ അധികം അറ്റൻഷൻ ചെയ്യുന്നത്? മേക്ക് ഓവറും ട്രാവലും ഒക്കെ നാടകമല്ലേ? പിന്നെ സെക്കൻഡ് മാരേജും റൂമേഴ്സും പബ്ലിസിറ്റി ആണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വിമർശിച്ചുകൊണ്ടുള്ള വിമർശകർ എത്തുന്നത്. നമ്മുടെ സമൂഹം ഇപ്പോഴും ആ ഒരു വിർജിൻ മൈൻഡ് സെറ്റിലും ഓൾഡ് കൾച്ചറും തമ്മിൽ പിളർന്നു നിൽക്കുന്ന ഒരു ടൈമാണ്. ഇനി ഒരു വിവാഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ബന്ധുക്കൾ, പബ്ലിക്, സോഷ്യൽ മീഡിയ ആർക്കും അത് ഡിസൈഡ് ചെയ്യാനാകില്ല. വിധവയാണോ ഡിവോഴ്സി ആണോ, എന്തായാലും അവൾക്ക് സ്വന്തം ജീവിതം തുടങ്ങാനുള്ള മുഴുവൻ അവകാശവുമുണ്ട്. അതായത് രേണു സുധീന് ഏത് വിധത്തിലാണ് ജീവിതം ജീവിക്കണം എന്നത് അവരുടെ സ്വന്തം തീരുമാനത്തിലാണ്. അവർ വിധവയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ ഓരോ തീരുമാനവും സമൂഹം ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. അതേസമയം പബ്ലിക് ഫിഗർ ആണെങ്കിലും അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പറയുന്ന പല കാര്യങ്ങളും അവസരങ്ങളിൽ അത് മിക്സപ്പ് ഉണ്ടാകും. റൂമേഴ്സും വരും, ക്രിറ്റിസിസവും വരും. ഇത് സെലിബ്രിറ്റി ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമുക്ക് സൊസൈറ്റി ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന് മാത്രം: ഒരു സ്ത്രീക്ക് രണ്ടാം ജീവിതം തുടങ്ങാനുള്ള ഫുൾ റൈറ്റ്സും. സോഷ്യൽ മീഡിയ അത് ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. വിജയം വന്നാലും വിമർശനം വന്നാലും അവർ മക്കളെ നോക്കാൻ, കാര്യം നടത്താനും ഒരു പോരാട്ടം തന്നെയാണ് നടത്തിയത്. അതില് രേണു സുധിക്ക് തെറ്റില്ല എന്ന് വേണം പറയാം. പക്ഷേ രേണുവിന് പല ആശയക്കുഴപ്പങ്ങളും സ്റ്റേറ്റ്മെന്റിലും ഓവർ റിയാക്ഷനും ഉണ്ടായേക്കാം. അത് മനുഷ്യരായതുകൊണ്ടാണ് എന്ന് നമുക്ക് അനുമാനിച്ചൂടെ? എന്തായാലും നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, തെറ്റ് കണ്ടാൽ കൺസ്ട്രക്റ്റീവ് ആകണം, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലെ ജഡ്ജ്മെന്റ് കുറയ്ക്കണം. ഒരു പുതിയ ജീവിതം തുടങ്ങുന്നത് ക്രൈം അല്ല. അവസാനം രേണുവിനെയും അവരുടെ ക്രിറ്റിക്സിനെയും കടന്നു പോകുന്നത് നമ്മുടെ മെച്യൂരിറ്റിയാണ്. ജീവിക്കാൻ ഒരു അവസരം എല്ലാവർക്കും വേണം. അവസാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: വിവാഹം, ജീവിതം, ഡെസിഷൻസ് ഇത് ഒരാളുടെ പേഴ്സണൽ റൈറ്റ് ആണ്. നാം ചെയ്യേണ്ടത് ജഡ്ജ്മെന്റ് അല്ല, റെസ്പെക്റ്റ് ആണ്. എന്തായാലും വിമർശനങ്ങളെ തന്റെ കരിയറിന്റെ ഒരു ഫ്യൂവലാക്കി മാറ്റാൻ സാധിക്കുന്നവർ വളരെ കുറവാണ്. ആ കൂട്ടത്തിലേക്കാണ് രേണു ഇന്ന് ചേർന്നിരിക്കുന്നത്.